ഇന്നത്തെ പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്പേസ് പാർക്കിൽ ജോലി നേടാൻ അവസരം. കേരള സ്പേസ് പാർക്ക്, സ്പേസ് ടെക് നവോത്സാഹികൾ, സ്റ്റാർട്ടപ്പുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, SMEകൾ, ആങ്കർ പ്ലെയറുകൾ എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നതിനായി കേരള സർക്കാർ ഏജൻസിയായ കേരള സ്പേസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. താൽപ്പര്യമുള്ളവർക്ക് മാർച്ച് 21 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്, തിരുവനന്തപുരം എന്ന വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാം. വെബ്സൈറ്റ് അഡ്രസ്സ് cmd.kerala.gov.in/recruitment എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് യോഗ്യരായവർ അപ്ലൈ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഡെപ്യൂട്ടി മാനേജർ ഇലക്ട്രിക്കൽ, യോഗ്യത BTech ഇലക്ട്രിക്കൽ, 1ാം ക്ലാസ് ബിരുദം, അംഗീകൃത സർവകലാശാലയിൽ നിന്ന്. പ്രശസ്തമായ കമ്പനികളിലെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ 5 വർഷത്തെ പരിചയം. ശമ്പളം 42,500 രൂപ മുതൽ 87,000 രൂപ വരെയാണ് ശമ്പളം. പ്രായപരിധി 41 വയസ്സ് കവിയാൻ പാടില്ല. സെലക്ഷൻ പ്രോസസ്സ് റിട്ടൺ എക്സാം ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷൻസി ടെസ്റ്റ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, അല്ലെങ്കിൽ വ്യക്തിഗത ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടത്തുക. ഇതിലേതെങ്കിലും ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. കേരള സ്പേസിന് സെലക്ഷൻ പ്രോസസ്സ് തീരുമാനിക്കാനുള്ള അധികാരം നിലനിൽക്കുന്നു. ഇൻസെർഷൻ അപ്ലോഡിംഗ് CV ആൻഡ് ഫോട്ടോ സമീപകാല ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഫയൽ സൈസ് 200 KB-യിൽ കുറവ്. ഫോർമാറ്റ് JPG. സിഗ്നേച്ചർ വെള്ളക്കടലാസിൽ സിഗ്നേച്ചർ ഉണ്ടാക്കി സ്കാൻ ചെയ്യുക. ഫയൽ സൈസ് 50 KB-യിൽ കുറവ്. ഫോർമാറ്റ് JPG. സിഗ്നേച്ചർ പൂർണ്ണമായും ഉള്ളതായിരിക്കണം. ഇനീഷ്യൽ അല്ല, പൂർണ്ണമായിട്ടുള്ള സിഗ്നേച്ചർ ആയിരിക്കണം. CV JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ CV അപ്ലോഡ് ചെയ്യണം. ഫയൽ സൈസ് 3 MB-യിൽ കുറവ്. എങ്ങനെ അപ്ലൈ ചെയ്യാം? ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഔദ്യോഗിക വെബ്സൈറ്റ് ഒന്നുകൂടിയും പറയാം: cmd.kerala.gov.in/recruitment. അതിലെ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഹോം പേജിൽ നിന്ന് ഹോം പേജിലാണ് റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് ഉള്ളത്. അത് തിരഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ യോഗ്യതകളിലൊക്കെ പരിശോധിക്കുക. തസ്തികയുടെ യോഗ്യതകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ ഇല്ലയെന്ന് നോക്കുക. അതിനുശേഷം അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം ഫില്ല് ചെയ്യണം. ആവശ്യമെങ്കിൽ പരീക്ഷാ ഫീസ് അടയ്ക്കണം. അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഭാവിയിലേക്ക് സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് കേരള സ്പേസ് പാർക്കിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത്. ഇത് നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇൻസ്ട്രക്ഷൻസ്, ഫോട്ടോ, സിഗ്നേച്ചർ, CV അപ്ലോഡ് ചെയ്യേണ്ടത്, ജനറൽ ഇൻസ്ട്രക്ഷൻ, ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 21 5 മണിക്ക്. 5 മണിക്ക് മുമ്പായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ അവിടെ കിട്ടിയിരിക്കണം. അപ്പോൾ അടുത്ത പുതിയൊരു തൊഴിൽ വാർത്തയുമായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും ഞാനിതിൽ ജോലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ PSC, RRB, NTPC അങ്ങനെ തുടങ്ങിയ എല്ലാ പരീക്ഷകളുടെയും കോച്ചിങ്ങും ഈ ചാനലിൽ ഉള്ളതാണ്.
അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.